ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും നഴ്സുമാർക്കായുള്ള അവസരങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. ഇതുപോലെ കുറഞ്ഞ ചിലവിൽ നഴ്സുമാർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു രാജ്യത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ടു ബിയോണ്ട് ദ ബോർഡേഴ്സ്. നമ്മൾ മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത് വെച്ച GCC കൺട്രികളിൽ ഒന്നാണ് സൗദി അറേബ്യ. അവിടത്തേക്കായി ഇപ്പോൾ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 3 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് നഴ്സ് ആണെങ്കിൽ, അത് നിങ്ങൾ മെയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫീമെയിൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സൗദി അറേബ്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. IELTS, OET അതുപോലുള്ള സർട്ടിഫിക്കേഷൻസ് ഒന്നും നമുക്ക് സൗദി അറേബ്യയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? എന്നാൽ ഈ ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് ALS സർട്ടിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് ആയിരിക്കണം. നിങ്ങൾക്ക് ALS സർട്ടിഫിക്കേഷൻസ് മസ്റ്റ് ആയിരിക്കണം. ഇതിന് വേണ്ടുന്ന മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 വർഷം മുതൽ 5 വർഷം വരെ സ്റ്റാഫ് നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ മറ്റൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഫുഡ് നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയുടെ കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ഫുഡിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. യൂറോപ്യൻ കൺട്രീസിൽ കിട്ടാത്ത ഒരു സൗകര്യമാണ് നമ്മൾക്ക് നമ്മുടെ എംപ്ലോയർ ജോലി തരുന്ന സമയത്ത് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. അതായത് ഫുഡ് ഒരിക്കലും യൂറോപ്യൻ കൺട്രീസിലേക്ക് നമ്മളുടെ എംപ്ലോയർ നമ്മൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തരത്തില്ല. പക്ഷേങ്കിൽ സൗദി അറേബ്യയുടെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങളൊരു നേഴ്സായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഫുഡ് കമ്പനി വക, അതായത് ഹോസ്പിറ്റൽ വക തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ ഒരു സൗദി അറേബ്യയിലേക്കുള്ള ഈ ഒരു നഴ്സസ് റിക്രൂട്ട്മെന്റിന് വേണ്ടി ഒരുപാട് വേക്കൻസീസ് ഒന്നും അവൈലബിൾ അല്ല. ജസ്റ്റ് 20 വേക്കൻസീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂംസ് താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഫോർവേഡ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്നാണോ ഈ വേക്കൻസീസ് ക്ലോസ് ആവുന്നത് അന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും വേക്കൻസീസ് ക്ലോസ് ആയി എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ അയക്കുന്ന റെസ്യൂംസ് ഒന്നും സ്വീകരിക്കുന്നതായിരിക്കില്ല. സോ സോറി ഫോർ ദാറ്റ്. ഈ ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് എല്ലാത്തിനും കൂടി വരുന്ന ടൈം എന്ന് പറയുന്നത് 2 to 3 months ആണ്. ഈ ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ബയോഡേറ്റ താഴെ കാണുന്ന ഈ ഒരു മെയിൽ ഐഡിയിലേക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ Instagram ID ഞാൻ താഴെ കൊടുക്കാം. അതിലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അല്ല, നിങ്ങൾക്ക് കമൻസിലൂടെയും എൻ്റെ അടുത്ത് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. കമൻസിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. സോ ഗൈസ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ